അസ്സലാമു അലൈക്കും. ഖുർആനിലും ഹദീസിലുമൊക്കെ നോമ്പിനെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒരു ഭാഷയിലാണ്. ഒരുപക്ഷെ നമസ്കാരത്തെയും ഹജ്ജിനെയും അതുപോലുള്ള മറ്റ് ആരാധനാ കർമ്മങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനേക്കാളും കാവ്യാത്മകമായ ഒരു ഭാഷ ഖുർആനിലും ഹദീസുകളിലും വ്രതത്തെ, നോമ്പിനെ, റമദാൻ ആരാധനകളെ പരിചയപ്പെടുത്തുമ്പോൾ ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നോമ്പ് ഒരു പരിചയാണ്. അത് അവിടെ ഒരു മെറ്റഫർ, പരിച എന്ന മെറ്റഫർ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ നോമ്പ് കാലത്ത് ഇബിലീസിനെ ബന്ധനസ്ഥിലാക്കുന്നു, ഇബിലീസിനെ ചങ്ങലക്കിടുന്നു, അതൊരു മെറ്റഫറാണ്. അതുപോലെ നോമ്പ് കാലത്ത് വിശ്വാസികൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നു, വിശ്വാസികൾക്കായി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നു, കസ്തൂരിയുടെ ഗന്ധം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉദാഹരണം മറ്റൊരു കാര്യം നോക്കൂ. നോമ്പ് തുറക്കുന്നതിൻ്റെയും നോമ്പ് മുറിക്കുന്നതിൻ്റെയും സമയം പറയുന്നത് വളരെ രസകരമായൊരു മെറ്റഫറിലൂടെയാണ് ഖുർആൻ. കറുത്ത നൂലും വെളുത്ത നൂൽ എന്ന മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നോമ്പിനെക്കുറിച്ച് മാത്രം ഇത്രയും അധികം കാവ്യ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ മെറ്റഫറുകൾ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉപയോഗിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ബോധത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു ആശയം, നോമ്പ് എന്നത് തന്നെ ഒരു മെറ്റഫറാണ്. നമ്മൾ പട്ടിണി കിടക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അത് നമുക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലാത്തയാളും പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ട്. രണ്ടും ഒരർത്ഥത്തിൽ ഒരു ശരീരം കൊണ്ടുള്ള ഒരു കാവ്യ പ്രകടനമാണ്. അള്ളാഹു പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഇതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു എപ്പോഴാണ് ഞങ്ങളോട് ഭക്ഷണം നിർത്താൻ പറയുന്നത്? അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തും. അള്ളാഹു എപ്പോഴാണ് ചില സംസർഗങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ഞങ്ങൾ അത് ഒഴിവാക്കും. അള്ളാഹു എപ്പോഴാണ് ഞങ്ങളോട് കഴിക്കാൻ പറയുന്നത്? അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങും. ഇത് എങ്ങനെ പറയും? ഈ ഒരു പ്രഖ്യാപനം എങ്ങനെ നടത്തും? ഇതിന് അള്ളാഹു തന്നെ പറഞ്ഞു തന്ന ഒരു ശാരീരികമായ ഒരു കാവ്യ വഴിയാണ് നോമ്പിൻ്റേത്. ഞങ്ങളിതാ പട്ടിണി കിടക്കുന്നു, ഞങ്ങളിതാ പട്ടിണി അവസാനിപ്പിക്കുന്നു. അപ്പം നോമ്പ് അങ്ങനെ തന്നെ ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും അധികം കാവ്യ വിഷയമായി വന്നിട്ടുള്ളതും നോമ്പ് ആണ് എന്നെനിക്ക് തോന്നുന്നു. ജലാലുദ്ദീൻ റൂമിയുടെ ഒട്ടേറെ കവിതകളിൽ നോമ്പിനെ തന്നെ കാവ്യ വഴികളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രസകരമായ ഒരു കവിതയിൽ നോമ്പ് എന്നത് ഒരു സംഗീതോപകരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാർമോണിയം പോലെ എല്ലാ സംഗീതോപകരണങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, അതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കും. നമ്മൾ ഉദരങ്ങൾ ഒന്നുമില്ലാതെ ഒടിച്ചിടുമ്പോൾ നമ്മുടെ ശരീരം സംഗീതാത്മകമാകുന്നു എന്നാണ് അദ്ദേഹം ആ കവിതയിലൂടെ പറയുന്നത്. എത്ര അർത്ഥവത്തായ ഒരു കവിത അല്ലേ ഈ റമളാൻ!